എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ മാസം ഭാരതത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ ഏറ്റവും വലിയ ഒരു സംഭവം സംഭവിച്ചു. അതിൻ്റെ പേര് മറ്റൊന്നല്ല, പെഹൽഗാമിൽ സംഭവിച്ച ആ അതിക്രമം തന്നെയാണ്. 26 പേരെ ഭാരതത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്ത 26 പേരെ അവരുടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായ സമയത്ത് പല ആളുകളും ഉറങ്ങിയിട്ടില്ല. ഭാരതത്തിനോട് സ്നേഹമുള്ള ദേശസ്നേഹികളായിട്ടുള്ള ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ സംഭവിച്ചത്. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ധാരാളം പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഈ അതിക്രമത്തിനെതിരെ പ്രതികരിക്കണം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിക്കണം, ഭാരതത്തിൻ്റെ സൈന്യം പ്രതികരിക്കണം, ഭാരതത്തിൻ്റെ സംവിധാനങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പോസ്റ്റുകൾ വായിക്കാനിടയിൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നത്. കാരണം ജനാധിപത്യപരമായ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ അതിക്രമത്തിന് നേരെ പ്രതികരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നായിരുന്നു ആ ചിന്ത. ആ സമയത്താണ് ചലോ LOC എന്ന മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം പെഹൽഗാം ഇൻസിഡന്റ് തന്നെയാണ്. 26 പേര് അതിദാരുണമായി വധിക്കപ്പെട്ടു. ആ നിഷ്ഠൂരതയെ അല്ലെങ്കിൽ ആ നൃശംസതയെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ അതിക്രമത്തിനെതിരെ ബുള്ളറ്റുകൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിശബ്ദരാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുള്ളറ്റുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ അതിന് മറുപടി പറയും. അത് ഒരുപാട് പേര് എങ്ങനെയാണ് അതിനെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല ആളുകളും കളിയാക്കി, പല ആളുകളും അതിനെ തമാശയാണെന്ന് പറഞ്ഞു, പല ആളുകളും പറഞ്ഞു നിങ്ങൾ വലിയ വിവരക്കേടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു, നിയന്ത്രണ രേഖയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പട്ടാളത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ അതിനെതിരെ ഉണ്ടായി. ആ സമയത്തും നമ്മൾ ആരും അതിൽ നിന്ന് പുറകോട്ട് പോയില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയി. ആ കാലഘട്ടങ്ങളിൽ അത് തുടങ്ങി, അതായത് ആ പോസ്റ്റിന് ശേഷം വന്ന റെസ്പോൺസുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് പിന്നീട് 4000-ഓളം റെസ്പോൺസ് വന്നതിൽ നിന്ന് 1000-ഓളം റെസ്പോൺസുകൾ നമ്മൾ ഫിൽട്ടർ ചെയ്തു. അതിനു ശേഷം വീണ്ടും ഫിൽട്ടർ ചെയ്തു. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമ്മളൊരു നമുക്ക് സഞ്ചരിക്കാവുന്ന ആളുകളുടെ ഒരു എണ്ണം നിശ്ചയിച്ചു. അങ്ങനെ നിരന്തരമായി മീറ്റിങ്ങുകൾ നടത്തി. അതിനുശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ ആരും മീറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. ഓൺലൈനിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ മീറ്റ് ചെയ്തു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ യോഗ ചെയ്തു. ഇങ്ങനെ ഒരു തപസ് പോലെ നമ്മൾ നടത്തിയെടുത്ത് വിജയിപ്പിച്ച ഒന്നാണ് ചലോ LOC. ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. 26 ബൈക്കുകൾ, 52 പേര് ഭാരതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റമായിട്ടുള്ള കശ്മീരിലേക്ക് ഏതാണ്ട് 3600 കിലോമീറ്ററിലധികം പലവിധ ബുദ്ധിമുട്ടുകൾ താണ്ടിക്കൊണ്ട് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ. ഡൽഹിയിലൊക്കെ ചൂട്, വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് 50 ഡിഗ്രിയിൽ മേലെയാണ്. അതിൽ തളർന്നു വീണവർ, ഹോസ്പിറ്റലായവർ, ഇതെല്ലാം കടന്ന് ഇന്ന് ചലോ LOCയിലെത്തിയിരിക്കുകയാണ്. ലൈൻ ഓഫ് കൺട്രോളിലേക്ക് LOCയിലേക്ക് ആർക്ക് പോലും അനുമതിയില്ല. ഇവിടുത്തെ മഹാഭിഷേകം നടക്കുന്ന ദിവസമാണ്. ഈ ശാരദാപീഠത്തിൽ മഹാഭിഷേകം നടക്കുന്ന ദിവസമാണ്. ഈ ദിവസം ഇവിടെ എത്തിച്ചേരേണ്ട ശൃംഗേരി ശ്രീ ശങ്കരാചാര്യർ, അദ്ദേഹത്തിന് പോലും ഇവിടുന്ന് അനുമതി ലഭിച്ചില്ല. ഒരാൾക്ക് പോലും ഇങ്ങോട്ട് അനുമതി ലഭിച്ചില്ല. പെഹൽഗാം ഇൻസിഡന്റിന് ശേഷം ഒരാളെ പോലും നിയന്ത്രണ രേഖയിലേക്ക് കടത്തിവിടില്ല എന്നായിരുന്നു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ തീരുമാനം. പക്ഷേ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ മെസ്സേജും കൊണ്ടാണ് ഇത് പോകുന്നതെങ്കിൽ ഭാരതം ഇത് ആദ്യമായി പെഹൽഗാം ഇൻസിഡന്റിന് ശേഷം സിവിലിയൻസിനെ അങ്ങോട്ട് അനുവദിക്കുകയാണ്, അത് നിങ്ങളിലൂടെയാണ് അനുവദിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനൊക്കെ അമ്മയുടെ അനുഗ്രഹം എന്നല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. തീർത്തും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത എല്ലാവരും ഞങ്ങളുടെ കൂടെ മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ, പുറത്തുനിന്ന് ഒരാളെ പോലും അനുവദിച്ചിട്ടില്ല. ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ദിവസവും ജനൻ TV-യിൽ ഞങ്ങളുടെ യാത്രയെ ഫോളോ ചെയ്ത, ഞങ്ങളുടെ അപ്ഡേറ്റ്സുകളൊക്കെ ഫോളോ ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. വലിയൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു സങ്കല്പം എടുത്താൽ അത് യഥാർത്ഥമാണ് എങ്കിൽ അത് നടത്താൻ സർവ്വപ്രപഞ്ചവും നമ്മുടെ കൂടെ വരും എന്ന് പറയുന്നത് പോലെ അമ്മ ശാരദ ഞങ്ങളെ കൂടെ കൈപിടിച്ച് നടത്തി ഇവിടം വരെ കൊണ്ടുവന്നു. അമ്മയുടെ ദർശനം തന്നു. അമ്മയുടെ ദർശനം ഞങ്ങളുടെ കൂടെ വരാത്ത എല്ലാവർക്കും വേണ്ടി അമ്മയുടെ ദർശനം ഒന്ന് കാണാം.
POJK. ആ കാണുന്നത് POJK ആണ്. ആ കാണുന്നത് പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് തൊട്ടടുത്ത് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഉള്ള ദൂരത്ത് ഞങ്ങൾ ഭാരതത്തിന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഈ ശാരദാ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള കുറച്ച് റൈഡേഴ്സ് ആണ് ഇവരെല്ലാവരും. എല്ലാവരും ഒന്ന് കാണാം. വൃന്ദ, യോഷിച്ചേട്ടൻ വളരെ പ്രസിദ്ധനായ റൈഡറാണ്. ഞങ്ങളെ കൂടെ അമച്വറായിട്ടുള്ള റൈഡർമാരെ കൂടെ യാത്ര ചെയ്തിട്ട് എന്ത് തോന്നി എന്നറിഞ്ഞൂടാ, എന്നാലും സഹിച്ച് ഞങ്ങളെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയാം. ഞങ്ങൾ ആരും റൈഡേഴ്സ് അല്ല. ഞങ്ങൾക്ക് എന്താ പറയാ, ഞാനൊക്കെ പരമാവധി ഒരു 300 കിലോമീറ്റർ ദൂരം ഓടിച്ചിട്ടുണ്ടാവും. ഇത് 3000 കിലോമീറ്റർ ഒരുമിച്ച് ഓടിക്കുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ്. പക്ഷെ മനസ്സിൽ ഒരു വലിയ തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനമാണ് നടപ്പിലായതെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ കാര്യം പറയാം, ആരും ജനിക്കുമ്പോഴേ റൈഡേഴ്സ് ആയിട്ട് ജനിക്കുന്നില്ല. ജസ്ബിൻ, ജോഷി ഫെർണാണ്ടസ്, സനില, ഹൃദയ, സോറി വൃന്ദ, എപ്പോഴും ഞാൻ ഹൃദയ എന്നാ, ഇപ്പൊ ഹൃദയമാണ് വൃന്ദ, അതുകൊണ്ടാണ്. സച്ചിൻ, ഗോവിന്ദ്, വിപിൻ, ഹരി, ശരൺ, അങ്ങനെ പ്രസീജി നമ്മളെ കൂടെ എപ്പോഴും ഉള്ള. ശരി, അപ്പൊ എല്ലാവർക്കും സന്തോഷം. ധാരാളം പേരുണ്ട് അവിടെ. പൂർണ്ണാഹുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്ര പണ്ഡിതജി ഉണ്ട്. ഈ അടുത്ത് കാണുന്ന ഒരു ഗുരുദ്വാരയാണ്. പുറകെ കാണുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. എന്തായാലും ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് കിഷൻഗംഗയിലേക്കാണ്. കിഷൻഗംഗ ലൈൻ ഓഫ് കൺട്രോളാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ കിഷൻഗംഗയിൽ 26 പേര് നമുക്ക് വേണ്ടി വീരാഹുതി ചെയ്ത ആ 26 എന്താ പറയുക, ധീരഹൃദയൻ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ രാമേന്ദ്രേട്ടൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഞങ്ങൾ ശ്രാദ്ധം ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. നമസ്കാരം. അവസാനം കരയിക്കുമല്ലേ?